പിന്നെ ഇവിടെ പറഞ്ഞു ശ്രീശാന്തിന്റെ കൂടെ കളിച്ചവരുണ്ട്, ശ്രീശാന്ത് കളി പഠിപ്പിച്ചവരുണ്ട്. ആദ്യമായിട്ട് ശ്രീശാന്തിനെ ഔട്ടാക്കിയിട്ട് ഞാനാ ഇവിടെ. പിന്നെ ഞാനും ഓർത്തിട്ട് റനീഷ് എന്തുകൊണ്ടാണ് എന്നെ സെലിബ്രിറ്റി ഗസ്റ്റ് ആയിട്ട് വെച്ചെന്താന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ ഞങ്ങളുടെ ലോഗോ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാനും ലോഗോയായിട്ട് നല്ല സാമ്യമുണ്ട്. ഈ ലോഗോയ്ക്ക് പറ്റിയൊരു സെലിബ്രിറ്റി ഞാൻ മാത്രമുള്ളൂ. എല്ലാവർക്കും നമസ്കാരം, ഒത്തിരി സന്തോഷം. അതിനു മുന്നേ നമ്മുടെ ഈ ഒരു ഇങ്ങനെ ലീഗ് സംഘടിപ്പിക്കാൻ വേണ്ടി ഏറ്റവും കിടന്ന് കഷ്ടപ്പെട്ട നമ്മുടെ ശ്രീബച്ചേട്ടനും സുദീപേട്ടനും അല്ലേട്ടനും ഞാൻ പ്രത്യേകം നന്ദി പറയാണ്. ഒത്തിരി താങ്ക്സ് പറയണം, എല്ലാവരുടെയും പേരിൽ പറയാണ്. പിന്നെ ഇവിടെ പറഞ്ഞു ശ്രീശാന്തിന്റെ കൂടെ കളിച്ചവരുണ്ട്, ശ്രീശാന്ത് കളി പഠിപ്പിച്ചവരുണ്ട്. ആദ്യമായിട്ട് ശ്രീശാന്തിനെ ഔട്ടാക്കിയിട്ട് ഞാനാ ഇവിടെ. ഓടി വന്ന വരവ് കണ്ടപ്പോഴത്തേക്ക് ശ്രീശാന്തിന്റെ ബോളിനേക്കാളും സ്പീഡാന്ന് ഓർത്തത്. വീശി എല്ലാം കഴിഞ്ഞ് ചായ കുടി കഴിഞ്ഞപ്പോഴാണ് വിക്കറ്റ് പോയത്. എന്തായാലും ഒത്തിരി സന്തോഷം. ഇന്ന് ഈ വേദിയിൽ നിങ്ങളുടെ രണ്ടുപേരും കൂടെ നിൽക്കാന്ന് കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷം. പിന്നെ ഞാനും ഓർത്തിട്ട് റനീഷ് എന്തുകൊണ്ടാണ് എന്നെ സെലിബ്രിറ്റി ഗസ്റ്റ് ആയിട്ട് വെച്ചെന്താന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ ഞങ്ങളുടെ ലോഗോ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാനും ലോഗോയായിട്ട് നല്ല സാമ്യമുണ്ട്. ഈ ലോഗോയ്ക്ക് പറ്റിയൊരു സെലിബ്രിറ്റി ഞാൻ മാത്രമുള്ളൂ എനിക്ക് മനസ്സിലായി. എന്തായാലും ഈ ഒരു ടൂർണമെന്റ് മാത്രമല്ല, എല്ലാ ടൂർണമെന്റും വാശിയോടുകൂടി കളിക്കാനും ടീമിനെ ഇറക്കണതും ഒക്കെ ഞങ്ങളാണ്. ഭയങ്കര സന്തോഷം. ഈ റനീഷിന്റെ ടീമിന് വേണ്ടിയിട്ട് അങ്ങ് അറ്റം വരെ ഞാൻ പോകും. ഇപ്പൊ 2 സെലിബ്രിറ്റി ഗസ്റ്റിനെ കിട്ടിയേക്കണം, ഒന്ന് അതും ഒന്ന് ഞാനും. പിന്നെ ഇപ്പൊ അൻസിബ പറഞ്ഞാലും നമുക്ക് ലേഡീസിന്റെ ടീം തുടങ്ങുവാണെങ്കിൽ അല്ലേട്ടനോട് പ്രത്യേകം പറഞ്ഞ് ടീം തുടങ്ങണമെന്ന് പറഞ്ഞ്. അപ്പൊ എന്തായാലും അല്ലേട്ടൻ അങ്ങനെ ടീം തുടങ്ങണം, എന്നാലെങ്കിലും ഞങ്ങൾക്ക് അല്ലേട്ടന്റെ ബാറ്റിംഗ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അവരുടെ കൂടെയെങ്കിലും കൂട്ടി ഒന്ന് ബാറ്റ് ചെയ്യിക്കണം ഞങ്ങളുടെ അല്ലേട്ടനെ. അപ്പൊ ഒത്തിരി സന്തോഷം. ഇത്രയും വലിയൊരു ലോഞ്ച്, ഇത്രയും ഗംഭീരമായിട്ടാണ് CCFന്റെ നമ്മുടെ തലപ്പക്കത്തിരിക്കുന്ന അല്ലേട്ടന് പ്രത്യേകം നന്ദി പറയാണ്. അതോടൊപ്പം തന്നെ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ ടീമുകൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുകയാണ്. എല്ലാ ടീമുകൾക്കും വിജയാശംസകൾ നേരണമെന്നുണ്ട്. ജസ്റ്റ് ആശംസ മാത്രമേ ഉള്ളൂ, വിജയാശംസ എൻ്റെ ടീമിന് മാത്രം നേർന്നുകൊണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ചേർന്ന് അടിച്ചു പൊളിക്കാം. വളരെ ജനുവനായിട്ടുള്ള ഒരു ആശംസ നേരിൽ കൂടിയായിരുന്നു അവസാനം നമ്മൾ കേട്ടത്. സെൽഫ് ട്രോളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അടുത്തതായിട്ട് നമ്മുടെ പ്രിയങ്കരായിട്ടുള്ള ആര്യ ബാബുവിന് മെമെന്റോ നൽകാനായിട്ട് സ്വാഗതം ചെയ്യാണ്. നമ്മുടെ എല്ലാം പ്രിയങ്കരായ ആര്യ. എല്ലാവർക്കും നമസ്കാരം, വെരി ഗുഡ് ഈവനിങ്. എൻതൂസിയാസം ആൻഡ് പാഷൻ കൊണ്ട് ജേൺ ആയിട്ടുള്ള 2 വളരെ സ്ട്രോങ് ഫീൽഡ്സ് ആണ് ക്രിക്കറ്റ് ആൻഡ് ഫിലിം entertainment industry. അപ്പോൾ ഇത് രണ്ടും കൂടി ജോയിന്റ് ആയിട്ടൊരു വെഞ്ചർ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഡെഫിനറ്റ്ലി സംതിങ് വെരി ഹ്യൂജ്, സംതിങ് ദാറ്റ് വി ഓൾ ക്യാൻ റിയലി ലുക്ക് ഫോർവേഡ് ഇൻ ടു. ആൻഡ് അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തതിന് തന്നെ CCFന് ആദ്യം വലിയൊരു കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് ദിസ് ഇസ് സംതിങ് ഹ്യൂജ് വിച്ച് ഇസ് കമ്മിങ് അപ്പ്. ഒരു ചെറിയ സംരംഭം എന്നതിലുപരി വളരെ പാഷനേറ്റ് ആയിട്ടുള്ള എൻതൂസിയസ്റ്റിക് ആയിട്ടുള്ള സ്പോർട്സിനെയും സിനിമേനെയും മീഡിയ ഫീൽഡിനെയും ഒക്കെ ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ ഒന്നിച്ച് കൊണ്ടുവന്ന് അങ്ങനെ ഒരു സംഭവം വരുമ്പോൾ തന്നെ മോർ ദാൻ കോമ്പറ്റീഷൻ, ശ്രീശാന്ത്ജി നേരത്തെ പറഞ്ഞ പോലെ മോർ ദാൻ കോമ്പറ്റീഷൻ, ലുക്കിംഗ് ഫോർവേഡ് ഫോർ മോർ ഓഫ് എ സെലിബ്രേഷൻ. അപ്പോൾ കുറേ നല്ല മൊമെൻറ്റ്സിന് വഴിയൊരുക്കട്ടെ, കുറേ നല്ല എന്താ പറയുക വിജയ നിമിഷങ്ങൾക്ക് വഴിയൊരുക്കട്ടെ, സെലിബ്രേഷൻസിനും സന്തോഷത്തിനുമുള്ള കുറേ നിമിഷങ്ങൾ നമുക്ക് വേണ്ടി കാത്തിരിക്കട്ടെ. വിഷിംഗ് ദിസ് ഹോൾ വെഞ്ചർ ഓൾ മൈ വെരി ബെസ്റ്റ്. വോച്ചിങ് ഫോർ മൈ ടീം ഗൊറില്ല ഗ്ലൈഡേഴ്സ് ഹിയർ. എൻ്റെ അച്ചായി പറഞ്ഞു ലോഗോയും അച്ചാടെ ഫേസും ഒക്കെ ഒരുപോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. ഫേസിൻ്റെ കാര്യത്തിലോട്ട് ഞാൻ അധികം പോകുന്നില്ല, പക്ഷെ ഗൊറില്ലയുടെ ആ ഒരു എൻതൂസിയാസം ഇല്ലേ, അത് വേണം, അത് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് ഗൊറില്ല ഗ്ലൈഡേഴ്സ് ആൻഡ് ഓൾസോ ഓൾ ദ അതർ 11 teams and team representatives. Thank you for making me a part of this wonderful venture as well. Thank you so much. Thank you, Arya. Yeah, അടുത്തതായിട്ട് നമ്മുടെ ടീം